അനുഭവമാണ് എൻ്റെ പാഠം. എനിക്ക് ഈ സത്യമതം സ്വീകരിക്കണം. അവിടെ വെച്ച് അദ്ദേഹം ഷഹാദത്ത് കലിമ സാക്ഷ്യവാക്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ഇസ്ലാമിന് വേണ്ടിയുള്ള ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളായിരുന്നു. അവസാനം അദ്ദേഹം യർമൂക്കിൽ റോമക്കാരുമായി നടക്കുന്ന യുദ്ധം, ആ യുദ്ധത്തിൽ ഇസ്ലാമിന് വേണ്ടി വീരമൃത്യു വരിച്ചുകൊണ്ട് ഷഹീദാവുകയാണ് ചെയ്തിട്ടുള്ളത്. സൂചിപ്പിക്കുന്നത് ഇങ്ങനെ ചില ഒറ്റപ്പെട്ട വ്യക്തികൾ, അവസാന നിമിഷത്തിൽ പോലും ഇസ്ലാമിനെതിരെ പോരാടിയിരുന്ന വ്യക്തികൾ, അവർക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാരമായി മാപ്പ് കൊടുക്കുകയും അതിലൂടെ അനുഗ്രഹങ്ങൾ തിരിച്ചു കിട്ടുകയും ചെയ്തു. ഇത്തരത്തിൽ പ്രവാചകന്റെ ചരിത്ര തുല്യമായ മക്ക വിജയം കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രക്തരഹിതമായ ഒരു വിജയത്തിൻ്റെയും ചരിത്രമാണ് നമുക്ക് നൽകുന്നത്. ആധുനിക മുസ്ലിം സമൂഹം സമാധാനത്തിന് എത്ര പ്രാധാന്യം നൽകണമെന്ന മഹത്തായ സന്ദേശമാണ് ഇതിലെല്ലാം നമുക്ക് നൽകുന്നത്. പ്രവാചകൻ മക്കയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ 19ാമത്തെ ദിനമാണ്. ഈ ദിനങ്ങളിൽ അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം ചുരുക്കിയാണ് നിർവഹിച്ചിട്ടുള്ളത്. തിരിച്ചു പോകുമ്പോൾ മതപരമായ അറിവ് നൽകുന്ന ഉത്തരവാദിത്വം മുആദ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചു. ഭരണപരമായ നേതൃത്വം അത്താബ് റളിയല്ലാഹു അൻഹു ഏൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു പോകുന്നു. ഈ വിജയം അറബ് ലോകത്ത് വലിയ സ്വാധീനമുണ്ടാക്കി, പരിവർത്തനമുണ്ടാക്കി. രാഷ്ട്രീയമായും സാമൂഹ്യമായും മറ്റ് മതത്തിൻ്റെ മേഖലകളുമായി ബന്ധപ്പെട്ട അനേകം സൽഫലങ്ങളാണ് മക്ക വിജയത്തിലൂടെ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിനും ലഭിച്ചത്. ഹജ്ജിൻ്റെ കേന്ദ്രവും കൂടിയായിരുന്ന മക്കയുടെ നേതൃത്വം ഇസ്ലാമികമായ ഒരു നേതൃത്വമായി മാറിയപ്പോൾ ഹാജിമാരിൽ ഉംറക്ക് വരുന്നവരിൽ, തീർത്ഥാടകരിൽ, അറബികളിൽ ഉണ്ടാക്കുന്ന പരിവർത്തനം വളരെ വലുതാണ്. ശിർക്ക്പരമായ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കപ്പെട്ടതോടുകൂടെ കളങ്കമില്ലാത്ത, കുറ്റമില്ലാത്ത തൗഹീദിന്റെ കൃത്യമായ സന്ദേശം പ്രചരിക്കുന്ന കേന്ദ്രമായി അത് മാറുകയും ചെയ്തു. ഇത് വലിയ വിജയമായി തീർന്നു. ആ വിജയത്തെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആനും നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, അല്ലാഹുവിന്റെ സഹായം വന്നു, വിജയവും വന്നു. വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, അല്ലാഹുവിന്റെ മതത്തിലേക്ക് കൂട്ടമായി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന താങ്കൾ കാണുകയും ചെയ്യുമ്പോൾ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, അല്ലാഹുവിനെ തസ്ബീഹ് ചെയ്യുക, അല്ലാഹുവിനെ സ്തുതിക്കുക, അല്ലാഹുവിനോട് പാപമോചനം തേടുക. ഇന്നഹു കാന തവ്വാബ, അല്ലാഹു തീർച്ചയായും പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു എന്ന പിന്നീട് അവതരിച്ച സൂറത്തിൽ ഈ കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ മുസ്ലിം ലോകത്തിന്റെ മഹത്തായ മാതൃകയുള്ള പ്രവാചകന്റെ കാരുണ്യത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം ആനുകാലിക സംഭവങ്ങളുമായി കൂട്ടിവായിക്കാൻ മതിയായത്ര ഗുണപാഠങ്ങൾ നൽകുന്ന ചരിത്രമാണ് മക്ക വിജയത്തിന്റെ ചരിത്രം. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ ഇനിയും അവശേഷിക്കുന്നുണ്ട്. എങ്കിലും സമയദൈർഘ്യം ഓർത്തുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ആ മക്ക വിജയത്തിന്റെ മുമ്പ് മുസ്ലിമായവരും അതിന്റെ ശേഷം മുസ്ലിമായവരും തമ്മിൽ സ്ഥാനപദവിയിൽ വ്യത്യാസമുണ്ടെങ്കിലും വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അല്ലാഹു നന്മ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു എന്ന് സൂറത്തുൽ ഹദീദിലെ 10ാം ആയത്തിലൂടെ അല്ലാഹു ഈ കാര്യം വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്ലാമിക പ്രവർത്തനത്തിനും അതിൻ്റെ മാർഗത്തിൽ നമ്മളാൽ സാധിക്കുന്നതും ചെയ്യുവാൻ നമ്മെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശമായ ഇസ്ലാം അത് സമൂഹത്തിൽ പുലർന്നു കാണുവാൻ നമ്മളാൽ കഴിയുന്ന നാം ചെയ്യേണ്ടതുണ്ട്, പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതിനെല്ലാം അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.